ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക കേട്ടോ. ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ ഏത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുക്കുക, നമ്മുടെ കയ്യിലുള്ളത്. ഇതില്ലെങ്കിൽ കാർഡ്ബോർഡ് ആയാലും എടുത്തോണ്ട് മതി കേട്ടോ. എന്നിട്ട് ഇതൊരു ട്രയാങ്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കേർവ് ട്രയാങ്കിൾ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ച് കൊടുത്തിട്ട് കേർവ് ആക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം എന്താ ട്രയാങ്കിളിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മുടെ ഒരു സാൻഡയുടെ ക്യാപ്പും കൂടെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യാപ്പും ഒക്കെ വരച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം താഴെ ആ ഒരു സ്റ്റെമ്മും കൂടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ട്രീയും അതിലൊരു സാൻഡ ക്യാപ്പും വെച്ചിട്ട് വളരെ അടിപൊളി ലുക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇനി താഴെ നമുക്ക് കുറച്ച് നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ, അത് വരച്ചു കൊടുക്കാനായിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഇതേപോലെയും കൂടെ കൊടുക്കുകയാണ്. പിന്നെ ഇതിനൊരു 5 പോർഷൻസ് ആയിട്ട് പാർട്ടീഷനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ചധികം ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇനി നമ്മളിത് ആ പാർട്ടീഷൻ ചെയ്ത 5 പോർഷൻസും നമ്മൾ ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ലൈൻ അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ 5 എണ്ണം ഡാർക്ക് ഗ്രീൻ വെച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് ഗ്രീൻ അതിൻ്റെ മുകളിൽ കുറച്ച് കൊടുക്കാം. കണ്ടോ, ആ ഗ്രീനിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ലൈറ്റ് ഗ്രീനും ഇതേപോലെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി അതിനുശേഷം നമ്മളിതാ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുക്കുക കേട്ടോ. നന്നായിട്ട് നാശമായ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ആക്കുന്നതിന് നമ്മുടെ ടൂത്ത് ബ്രഷ് ഈ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നല്ലൊരു എഫക്റ്റും കിട്ടും. സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഭംഗിയാക്കി കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയാക്കി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതോ അതിന് ശേഷം ഒന്നും കൂടി ലൈറ്റ് ഗ്രീൻ ആ 5 പോർഷൻ നമ്മൾ വരച്ചില്ലേ, അതും കൂടെ ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം എന്താ കുറച്ച് യെല്ലോ കൂടെ സെയിം പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുക്കേണ്ട, ചെറുതായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്യുമ്പോൾ ഓരോ ലെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായി വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് നമ്മളൊരു ബ്രൗൺ കളർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാപ്പിന് നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ്. ആ റെഡ് ഭാഗം വരുന്നിടത്ത് റെഡും വൈറ്റ് വരുന്നിടത്ത് ജസ്റ്റ് വൈറ്റും കൂടിയാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വൈറ്റ് കൊടുത്തു. ഇനി നമ്മൾ അതിനെ ഭംഗിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ റെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് അറിയോ, നമ്മുടെ ഇത് നമ്മൾ ശരിക്കും ക്യാപ്പിനൊക്കെ ഫർ പോലെയല്ലേ ഇരിക്കുക, ആ വൈറ്റ് പോർഷൻ ആ ഒരു ഫർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് ബ്രഷ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയാണ്ട് ഭംഗി വരില്ല. അപ്പോൾ അതേ കണ്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത് കണ്ടോ, ശരിക്കും അതിങ്ങനെ നിൽക്കുന്ന ഒരു എഫക്റ്റ് 3D പോലത്തെ ഒരു ലുക്ക് വരും. ഇവിടെ അങ്ങനെ തന്നെ ചെയ്യട്ടോ. ജസ്റ്റ് കണ്ടോ ഇങ്ങനെ അങ്ങ് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടോ ലുക്ക് മാറുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് വൈറ്റ് എടുത്ത് പെയിൻറ്റ് കൊടുത്തിട്ട് സ്പോഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നിട്ട് അതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ സ്പോഞ്ചിൽ പെയിൻറ്റ് എടുത്തതിന് ശേഷം ഡാബ് ചെയ്താൽ മതി. ഇതേപോലെ പെയിൻറ്റ് ബ്രഷിൽ ആദ്യമേ പേപ്പറിൽ കളർ കൊടുത്ത് വെച്ചിട്ട് അതിനെ ഡാബ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത് ഫിനിഷിങ് കുറച്ച് ഭംഗി കുറവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്പോഞ്ചിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെയ്ത് ആ ഒരു ലാൻഡിൻ്റെ ഇത് വരുത്താം. ഇനി നമ്മളിതാ ബ്രഷിൽ കുറച്ച് വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൂവ പോലെ ഇരിക്കും, അതായത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഇനി നമുക്ക് ഈ ക്രിസ്മസ് ട്രീമേ കുറച്ച് ബോൾസൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാം. അതിനായിട്ട് പല കളേഴ്സിൽ ഇങ്ങനെ അങ്ങ് ഡോട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ബോൾ ഒക്കെ ഇട്ട പോലെ തോന്നും. നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ബോൾ ചെയ്താൽ മതി കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഉണങ്ങുന്നതിന് മുന്നേ ചെയ്തുകൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് പറ്റി, ആ ഒരു ഭംഗി കുറച്ച് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലത്തെ പോസ്റ്റർ കാർഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അതായത് ഇതിൻ്റെ താഴെ ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് കാർഡ് പോലെ ഈ ഒരു പേപ്പറിനെ മടക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ ഈ ഒരു ട്രീ വരച്ചു കൊടുത്താൽ, അതായത് ഫ്രണ്ടിൽ വരച്ചു കൊടുത്തിട്ട് അങ്ങനെ ക്രിസ്മസ് കാർഡ് പോലെ ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് പോസ്റ്റർ കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ പെയിൻറ്റിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.